റെന്റ് ഹൗസിന്റെ പരസ്യം കാണുന്നുണ്ട് സത്യ. വീട് നമ്മുടെ ട്രാവൽസിന്റെ അടുത്തായിട്ട് വരും. പക്ഷേ റെന്റ് അല്പം കൂടുതലാ, 12,000. അത് കുഴപ്പമില്ല, 2 ഫാമിലിക്ക് താമസിക്കാനല്ലേ. നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ 6,000 രൂപയിലെ ഒരാൾക്ക് വരൂ. ആ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ നോക്ക്. 3 ബെഡ്റൂം ഉണ്ട്, 2 ബാത്ത് അറ്റാച്ച്ഡാ, ഒരു കോമൺ ടോയ്ലറ്റും ഉണ്ട്. പിന്നെ ഹോൾ, കിച്ചൺ, സിറ്റ് ഔട്ട്, വർക്ക് ഏരിയ, അങ്ങനെ എല്ലാം ഉണ്ട്. ഈ CMS ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാവൽസിലേക്ക് നടന്നു വന്ന ദൂരമല്ലേ ഉള്ളൂ. ആ അതെ, ബ്രോക്കർമാർ കൊടുത്ത പരസ്യമല്ലേ. നമുക്ക് ഇന്ന് തന്നെ പോയി നോക്കാം. ബ്രോക്കർ ഫീസ് കൊടുത്താൽ നമുക്ക് മുതലാവില്ല. അല്ല, അഡ്വാൻസ് എത്ര ചോദിക്കുന്നേ? 3 മാസത്തെ റെന്റ് 36,000 രൂപ വരും. അത് വേണമെങ്കിൽ നമുക്ക് സംസാരിച്ചൊരു 25-ൽ ഒതുക്കാം. ശരി, എന്നാൽ ഇപ്പം തന്നെ ഹൗസ് ഓണറുടെ നമ്പറിലേക്കൊന്ന് വിളിക്കുക. നമുക്ക് പോകുന്ന വഴി തന്നെ വീടൊന്ന് കയറി കാണാം. ഇഷ്ടപ്പെട്ട അപ്പം തന്നെ ടോക്കൺ അഡ്വാൻസും കൊടുക്കാം. ഓ, അപ്പൊ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ആ അതെ, അമ്മയുടെ ഇഷ്ടത്തിന് അമ്മയ്ക്ക് തീരുമാനം എടുക്കാമെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്കും പോവാലോ. ഇത് കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. എന്തിനും നമ്മൾ കൂടെ നിൽക്കുന്നുള്ള ധൈര്യത്തിലായിരിക്കുമല്ലോ ഇന്ദിരേട്ടനെ അനുസരിച്ച് ഒഴിവാക്കിയത്. പിന്നെ ഞാൻ നിന്നെയൊക്കെ കണ്ടിട്ടാണല്ലോ ജനിച്ചത് തന്നെ. അല്ല, സത്യനാണ് ഇത് പറഞ്ഞതെങ്കിൽ അതിനൊരർത്ഥമെങ്കിലും ഉണ്ട്. അവന്റെ കൂടി വീടാ ഇത്. അച്ചി വീട്ടി പുറത്തോണ്ടേ ഇങ്ങനെ വീമ്പിളക്കാൻ നാണമില്ലടാ നിനക്ക്. ഞാനിവിടെ പുറത്തതേ നിങ്ങളുടെ മകൾ ഇവിടം വിട്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞോണ്ടാ, അല്ലാതെ എനിക്ക് എന്റെ ഭാര്യയും കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ഗഡ്സ് ഇല്ലാത്തോണ്ടല്ല. സംരക്ഷിക്കാനേ ഗഡ്സ് മാത്രം പോരടാ, കൊണ്ടുപോയി പാർപ്പിക്കാൻ ഒരു വീടും കൂടി വേണം. എടാ, അതും ഉണ്ടായിരുന്നെങ്കിലേ എന്റെ മകള് നിന്റെ കൂടെ എപ്പോഴേ വന്നേനെ. നിന്റെ ഭാര്യയെ അനുസരിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞേനെ. സമ്മതിച്ചു, എന്റെ കഴിവുകേട് ഇനി അങ്ങോട്ട് ഞാൻ നികത്തിക്കോളാം. സ്വന്തം വീടില്ലാതെ തന്നെ എന്റെ ഭാര്യയെ ഈ വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടോ? ഓ പിന്നെ. അതെ, ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അമ്മ ഇവിടെ ഒറ്റയ്ക്ക് സുഖമായിട്ട് ജീവിക്കുക. സത്യേട്ടാ, ചായ കുടിച്ചിട്ട് പോകുമ്പോ കൊണ്ടുപോകാനുള്ളതൊക്കെ ഇപ്പൊ തന്നെ എടുത്തു വെച്ച് തുടങ്ങാല്ലേ? എടുത്തു വെച്ചോ. പക്ഷേ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലാതെ ഒരു മൊട്ടുസൂചി പോലും ഈ വീട്ടിൽ നിന്ന് എടുക്കരുത്. നാളെ അതും ചോദിച്ച് ആരും വഴക്കിന് വരാൻ പാടില്ലല്ലോ. എന്റെ ഇന്ദ്രേട്ടനെ എനിക്ക് വാങ്ങി തന്നതും കൂടി ഞാൻ എടുക്കും. അതാരാ തടയുന്നതെന്ന് കാണണമല്ലോ. എടി, ഇന്ദ്രേട്ടൻ കാശ് മുടക്കിയതെല്ലാം കൊണ്ടുപോകാമെങ്കിലേ നമുക്ക് ഈ വീട് തന്നെ കൊണ്ടുപോകാൻ പറ്റും സോനെ. ഈ വസ്തുവും വീടും ഇതിനകത്തുള്ള മുഴുവൻ സാധനങ്ങളും ഇന്ദ്രേട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. പക്ഷേ ഏട്ടനൊരു മണ്ടത്തരം കാണിച്ചു. എല്ലാം എഴുതി വെച്ചത് അമ്മയുടെ പേരിലായിപ്പോയി.